In Thiruvananthapuram, Kerala, the Congress Party organized a march to Raj Bhavan to protest Union government's decision to amend SC/ST reservation policies. The demonstration was aimed at voicing opposition to the proposed changes, which the Congress argues could be undermine the protections and benefits for the scheduled caste and scheduled tribes. The march reflects the party's commitment to defending affirmative action policies and advocating for the rights of marginalized communities. Protesters expressed their concerns about the potential impacts of the amendments on social justice and equality. വിവിധ വകുപ്പുകളുടെ 20% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 15% എല്ലാ കേന്ദ്രത്തിലായിരുന്നാലും സംസ്ഥാനത്തിലായിരുന്നാലും ആ വകുപ്പുകളുടെ ഇത്ര ശതമാനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്ന് പറഞ്ഞു. ഈവൻ MP ഫണ്ട് പോലും ഞങ്ങൾക്ക് വർഷം 5 കോടി രൂപ തരുമെങ്കിൽ അതിന്റെ 20% SC/ST മേഖലയിൽ ചെലവഴിക്കണമെന്നാണ് നിർബന്ധം. അപ്പോ എല്ലാ വകുപ്പുകളിലും ഇത്ര ശതമാനം SC/STക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ്. പക്ഷെ അതും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്ത് എന്താണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? UPSC വഴി നിയമനങ്ങളില്ല. അതോടൊപ്പം തന്നെ സ്റ്റാഫ് സെലക്ഷൻ വഴി നിയമനങ്ങളില്ല. അതുപോലെ ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് സർവീസ് BSRB കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ്. കാരണം സംവരണം കൃത്യമായി പാലിക്കണമെങ്കിൽ സംവരണം കൃത്യമായി പാലിച്ച് ഈ രാജ്യത്തെ SC/ST പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായി സർവീസുകളിൽ ഇന്ത്യ ഗവൺമെന്റ് സർവീസുകളിലും സംസ്ഥാന ഗവൺമെന്റ് സർവീസുകളിലും കൃത്യമായി അവർക്ക് പരിഗണന ലഭിക്കണമെങ്കിൽ പ്രാധാന്യം ലഭിക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഈ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന ഗവൺമെന്റിലും ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെയാണ് കേന്ദ്രത്തിൽ UPSC ഉണ്ടായത്, സ്റ്റാഫ് സെലക്ഷൻ ഉണ്ടായത്, ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് സർവീസ് ഉണ്ടായത്, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായത്. കേരളത്തിൽ സ്റ്റേറ്റുകളിലാണെങ്കിൽ സ്റ്റേറ്റ് PSC ഉണ്ടായത്. അങ്ങനെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ടായത്. അങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പോ എന്താണ് സ്ഥിതി?